എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന ശ്വാസമടക്കി പിടിച്ചിരിക്കേണ്ടി വന്ന മത്സരത്തിനു ശേഷം ക്രിക്കറ്റ് ലോകത്തെ ആകെ നടുക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മൈതാനത്തിന്റെ മധ്യത്തിൽ വെച്ച് സൗഹൃദത്തിന്റെയും കായികക്ഷമതയുടെയും സകല അതിരുകളും ലംഘിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ മുഖ്യ ബൗളറായ മുഹമ്മദ് സിറാജും ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ഒരു രൂക്ഷമായ വാക്തർക്കം സകലരെയും ഞെട്ടിച്ചുകളഞ്ഞു. സിറാജിന്റെ മുഖത്തെ ദേഷ്യം ഏതെങ്കിലും ഒരു വലിയ ദുരന്തത്തിന്റെ സൂചന നൽകുന്നതുപോലെയായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഇവർ രണ്ടുപേരും പെട്ടെന്ന് മൈതാനത്ത് ബദ്ധശത്രുക്കളെപ്പോലെ പെരുമാറിയത് എന്ന ചോദ്യം എല്ലാവരിലും അവശേഷിക്കുന്നു. സിറാജ് ഗില്ലിനെ പരസ്യമായി അസഭ്യം പറയുകയായിരുന്നോ, അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഈ മത്സരത്തിനു ശേഷം സിറാജ് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. IPL 2026 സീസണിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിടിപ്പ് അവസാന പന്തുവരെ ഉയർന്നുകൊണ്ടേയിരുന്നു. കാരണം തോൽവി ഉറപ്പിച്ച പഞ്ചാബ് കിങ്സ് അവസാന നിമിഷങ്ങളിൽ ഗുജറാത്തിന്റെ വായിൽ നിന്നും 3 വിക്കറ്റിന്റെ അവിശ്വസനീയമായ വിജയം തട്ടിയെടുക്കുകയായിരുന്നു. മത്സരത്തിന്റെ ഗതി പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് സ്കോർ ബോർഡിൽ 162 റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യമാണ് മുന്നോട്ടുവെച്ചത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് വെറും 27 പന്തിൽ 39 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഗുജറാത്ത് സുരക്ഷിതമായ നിലയിലാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ യുവതാരം കൂപ്പർ കൊനോലി ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് മൈതാനത്ത് കാട്ടിക്കൂട്ടിയത്. വെറും 44 പന്തിൽ 72 റൺസുമായി പുറത്താകാതെ നിന്ന് കൊനോലി മൈതാനത്തിന്റെ 4 പാടും ബൗണ്ടറികൾ പെയ്തിറക്കിയപ്പോൾ ഗുജറാത്തിന്റെ ഉറപ്പായ വിജയം അവരുടെ കൈകളിൽ നിന്നും വഴുതിമാറി. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഈ മത്സരഫലത്തേക്കാളും കൊനോലിയുടെ കൊടുങ്കാറ്റുപോലെയുള്ള ഇന്നിംഗ്സിനേക്കാളും ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ടീം ഇന്ത്യയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സിറാജും ഗില്ലും തമ്മിൽ മൈതാനത്തിന് നടുവിൽ നടന്ന ആ ഭയാനകമായ വാഗ്വാദത്തെക്കുറിച്ചാണ്. മത്സരത്തിലുടനീളം സിറാജ് തന്റെ പഴയ ഫോമിലായിരുന്നില്ല. വെറും 2 ഓവറിൽ 15 റൺസ് വഴങ്ങിയ അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് പോലും നേടാനായില്ല എന്നത് ആ മുഖത്തെ നിരാശയും ദേഷ്യവും കൂടുതൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥ നാടകീയത അരങ്ങേറിയത് മത്സരം അവസാനിച്ചതിനു ശേഷം ഇരു ടീമിലെയും കളിക്കാർ പരസ്പരം ഹസ്തദാനം ചെയ്യുന്ന സമയത്താണ്. ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് അപ്രതീക്ഷിതമായി സിറാജും ഗില്ലും തമ്മിൽ അതിരൂക്ഷമായ തർക്കമാരംഭിച്ചു. കോപം കൊണ്ട് വിറച്ച സിറാജ് ഗില്ലിന് നേരെ വിരൽ ചൂണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഒട്ടും പിന്നോട്ടില്ലെന്ന മട്ടിൽ ക്യാപ്റ്റൻ ഗില്ലും അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. സിറാജ് ദേഷ്യത്തിൽ സ്വന്തം ക്യാപ്റ്റനെ തെറിവിളിക്കുകയാണോ എന്ന് സ്റ്റേഡിയത്തിലുള്ള ആയിരക്കണക്കിന് ആരാധകർക്കും ടിവിയിൽ കാണുന്ന കോടിക്കണക്കിന് പ്രേക്ഷകർക്കും ഒരു നിമിഷം തോന്നിപ്പോയി. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ അമ്പയർമാർക്കും സഹതാരങ്ങൾക്കും ഓടിയെത്തി ഇടപെടേണ്ടി വന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വന്നപ്പോൾ ഓരോരുത്തരും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിപ്പോയി. മത്സരം ശേഷം സിറാജിനെ ഈ ഹൈ വോൾട്ടേജ് സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഔദ്യോഗികമായി വിളിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് തോൽവിയുടെ നിരാശ മാത്രമല്ല, വാക്കുകളിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ആഴവും ഉണ്ടായിരുന്നു. തന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ മാധ്യമങ്ങളുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി സിറാജ് നൽകിയ പ്രസ്താവന ഇപ്പോൾ എങ്ങും വലിയ വാർത്തയാണ്. യാതൊരു മടിയും കൂടാതെ സിറാജ് പറഞ്ഞു, മൈതാനത്ത് നടന്നത് കണ്ട് ഞാനും ഗില്ലും തമ്മിൽ വലിയൊരു വ്യക്തിവൈരാഗ്യമുണ്ടായെന്നോ ഞാൻ അവനെ അസഭ്യം പറഞ്ഞു എന്നോ പുറത്തുള്ള കോടിക്കണക്കിന് ആരാധകർക്ക് തോന്നിയേക്കാം. എന്നാൽ ഞങ്ങളുടെ സംസ്കാരം അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് ഈ ലോകത്തിനു മുന്നിൽ ഞാൻ വ്യക്തമാക്കുന്നു. അതെ, ആ സമയത്ത് എന്റെ ദേഷ്യം അതിന്റെ പരമ്യത്തിലായിരുന്നു. ഞാൻ ഗില്ലുമായി നേരിട്ട് ഏറ്റുമുട്ടിയത് സത്യമാണ്. അതിന് കാരണം വളരെ ലളിതമാണ്. ഒരു കളിക്കാരൻ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും ഇന്നത്തെ അവന്റെ ചില തന്ത്രങ്ങൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഗിൽ എന്റെ ഇളയ സഹോദരനെ പോലെയാണ്. ഞങ്ങളുടെ ബന്ധം വളരെ പഴയതും ആഴമുള്ളതുമാണ്. പക്ഷേ ഇന്നൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അവൻ ഫീൽഡിംഗ് സജ്ജീകരിച്ച രീതിയും തെറ്റായ സമയത്ത് ബൗളർമാരെ ഉപയോഗിച്ചതും എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. നമ്മൾ വിജയത്തിനരികിലാണെങ്കിലും ക്യാപ്റ്റൻസിയുടെ ഈ അലസമായ മനോഭാവം തുടർന്നാൽ വരാനിരിക്കുന്ന വലിയ നോക്കൌട്ട് മത്സരങ്ങളിൽ നമ്മൾ വല്ലാതെ പിന്നോട്ടു പോകും എന്ന് മാത്രമാണ് ഞാൻ അവനോട് പറഞ്ഞത്. സിറാജിന്റെ വാക്കുകൾ അവിടെ അവസാനിച്ചില്ല. തന്റെ മോശം ബൌളിംഗിനെ കുറ്റപ്പെടുത്തുന്നതിനു പകരം ക്യാപ്റ്റൻസിയിലെ ഗില്ലിന്റെ അനുഭവ പരിചയമില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ നടത്തി. പഞ്ചാബിനെതിരായ ഈ മത്സരം തോറ്റതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. കാരണം ജയവും തോൽവിയും കളിയുടെ ഭാഗമാണ്. പക്ഷേ ഒരു പോരാളിയെപ്പോലെ പൊരുതി നിന്നല്ല നമ്മൾ തോറ്റത് എന്നതാണ് എന്റെ യഥാർത്ഥ വേദന. ശുഭ്മാൻ ഗിൽ ഒരു മികച്ച കളിക്കാരനാണ്. എന്നാൽ ക്യാപ്റ്റൻസിയിൽ അവൻ കുറച്ചുകൂടി പക്വത നേടേണ്ടതുണ്ട്.
ഒരു ഫാസ്റ്റ് ബൗളർ എന്ന നിലയിൽ എന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ തന്ത്രാത്മക പിന്തുണയും കൃത്യമായ ഫീൽഡിംഗും എന്റെ ക്യാപ്റ്റനിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. മൈതാനത്തെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവന്റെ ആ ക്യാപ്റ്റൻസി തെറ്റുകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആളുകൾ ഇതിനെ ഒരു വഴക്കായി ചിത്രീകരിക്കുന്നുണ്ടാകാം, എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു വഴിതെറ്റിപ്പോകുന്ന ഒരു അനുജനോടുള്ള ജ്യേഷ്ഠന്റെ ന്യായമായ ദേഷ്യമായിരുന്നു. ഗിൽ ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായി മാറണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ സ്ഥാനത്തെത്താൻ ഇന്നവൻ ഈ കൈപ്പറിയ സത്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ഈ തെറ്റുകൾ ഒരിക്കലും തിരുത്തുമായിരുന്നില്ല. ലോകം ഇതിനെ ഒരു വിവാദമെന്ന് വിളിച്ചാലും ഈ പ്രശ്നത്തെ ഒരു ലെസൺസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സിറാജ് ഈ സംഭവത്തിന് ഒരു പുതിയ മാനം നൽകിയിരിക്കുകയാണ്. പരസ്പരം തെറിവിളിച്ചിട്ടില്ലെന്നും പകരം ക്രിക്കറ്റ് തന്ത്രങ്ങളെ ചൊല്ലിയുള്ള ആശയാത്മക വിയോജിപ്പ് മാത്രമായിരുന്നു ഇതെന്നും സിറാജ് സമ്മതിച്ചതോടെ ഈ പ്രസ്താവന കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. എങ്കിലും സിറാജ് ഗില്ലിനടുത്തേക്ക് പോയി തർക്കിച്ചത് അന്തരീക്ഷത്തെ ഏറെ സംഘർഷഭരിതമാക്കിയിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, മുഹമ്മദ് സിറാജ് നടുറോഡിൽ വെച്ചെന്ന പോലെ മൈതാനത്ത് ഗില്ലുമായി ഏറ്റുമുട്ടിയതിനെയും അതിനുശേഷം നടത്തിയ ഈ ഞെട്ടിക്കുന്ന പ്രസ്താവനയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പരസ്യമായി ക്യാപ്റ്റനോട് ഇങ്ങനെ തർക്കിച്ചത് സിറാജിന്റെ ഭാഗത്തു നിന്നുള്ള ശരിയായ നടപടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഗിൽ തന്റെ ക്യാപ്റ്റൻസിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ബാക്കിയുണ്ടോ എന്നോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കോമന്റ് ബോക്സിൽ സിറാജ് വേഴ്സസ് ഗിൽ എന്നെഴുതി രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ആവേശകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ സെൻസേഷണലായ സത്യങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ജയ് ഹിന്ദ്, ജയ് ഭാരത്.